ബോളിവുഡിലെ ഏറ്റവും ഫാൻ ബേസുള്ള നടന്മാരിൽ ഒരാളാണ് സൽമാൻ ഖാൻ. എന്നാൽ ബോളിവുഡിലെ മറ്റു പല താരങ്ങളെയും പോലെ കോവിഡിന് ശേഷം തന്റെ താരമൂല്യത്തിന് ചേർന്ന വിജയം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. സൽമാൻ ഖാന്റെ പല സിനിമകളിലെയും പരാജയങ്ങൾ ആരാധകരെ വളരെയധികം നിരാശരാക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് ഈദ് റിലീസായി സിക്കന്ദർ എത്തിയത്. എന്നാൽ ചിത്രത്തിനും ബോക്സ് ഓഫീസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാനായില്ല. സൽമാൻ ഖാനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രമാണ് സിക്കന്ദർ. ഇപ്പോഴത്തെ സിനിമയുടെ OTT റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രം മെയ് 25-നാണ് OTT-ലെത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സിക്കന്ദർ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. തിയേറ്ററിൽ വലിയ പരാജയമായ സിനിമയ്ക്ക് OTT-ൽ ചലനമുണ്ടാക്കാനാകുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടാനായിട്ടില്ലെന്ന് മാത്രമല്ല, കാലഹരണപ്പെട്ട തിരക്കഥയാണ് ചിത്രത്തിന്റേതെന്നും അതിനാൽ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ബോറടിപ്പിക്കുന്ന ചിത്രമാണ് സിക്കന്ദർ എന്നും പ്രേക്ഷകർ പറയുന്നു. സിനിമയുടെ മ്യൂസിക്കിനും വലിയ വിമർശനങ്ങളാണ് ലഭിച്ചത്. സന്തോഷ് നാരായണൻ നൽകിയ സിനിമയുടെ പശ്ചാത്തല സംഗീതം കഥയുമായി ചേർന്ന് പോകുന്നതല്ലെന്നും ഗാനങ്ങൾ നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ പറയുന്നു. റിലീസിന് മുൻപ് തന്നെ സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങിയതും സിക്കന്ദറിന് ക്ഷീണം വരുത്തി. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 141.15 കോടി സിനിമ നേടിയെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. പ്രേക്ഷകരില്ലാത്തതിനാൽ സിക്കന്ദറിന്റെ ചില ഷോകൾ റദ്ദാക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. രശ്മിക മന്ദാന, സത്യരാജ്, ഷർമാൻ ജോഷി, പ്രതീക് ബബ്ബർ, കാജൽ അഗർവാൾ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സാജിദ് നദിയാദ്വാല ഗ്രാൻഡ് സൺസ് ആണ് ചിത്രം നിർമ്മിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.